അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ സഹോദരി സഹോദരന്മാരെ, എൻ്റെ കൊച്ചു അനുജന്മാരെ, അനുജത്തിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് 3 വർഷങ്ങൾക്ക് മുൻപ് തുടക്കം കുറിച്ച ഇഖ്റ മദ്രസയുടെ 3ാമത് വാർഷികത്തിൻ്റെ സമാപന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ പേര് തന്നെ എന്തുകൊണ്ടും എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പേരാണ്. ഇഖ്റ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി ഇറങ്ങിയ ആയത്ത് ഇഖ്റ ആണ്. ഒരു അക്ഷര വായനക്ക് അപ്പുറം ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു തലത്തിലേക്കാണ് ആ പദം തന്നെ സൂചിപ്പിക്കുന്നത്. സത്യത്തിൽ ഇഖ്റ മദ്രസയെ സംബന്ധിച്ച് കുറച്ചൊക്കെ അടുപ്പവും ബന്ധവും ഇവിടുത്തെ പ്രവർത്തനങ്ങളുമായി ഇടയ്ക്കൊക്കെ പങ്കുചേരുന്നൊരു വ്യക്തി എന്ന നിലയിൽ സത്യത്തിൽ ആ പദത്തോട് പൂർണ്ണമായല്ലെങ്കിൽ പോലും പരമാവധി കൂറു പുലർത്തിക്കൊണ്ടാണ് നമ്മുടെ മദ്രസ സംവിധാനം മുൻപോട്ട് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ മതപഠനത്തിന് ഏറെ സൗകര്യങ്ങളും സാധ്യതകളുമുണ്ട്. പഴയ കാലഘട്ടം പോലെയല്ല. റെഗുലർ മദ്രസകളുണ്ട്, അതിന് പുറമെ സൺഡേ മദ്രസകളുണ്ട്, അതിന് പുറമെ ഹോളിഡേ മദ്രസകളുണ്ട്. ഈ തൊട്ട് അടുത്ത കാലത്ത് കോവിഡ് പോലെയുള്ള മഹാമാരികൾ നമ്മെ പിടികൂടിയ സന്ദർഭത്തിൽ നമ്മുടെ മക്കൾക്ക് സ്കൂളിലും മദ്രസയിലും പോകാൻ പറ്റാത്തൊരു സന്ദർഭമുണ്ടായ സമയത്ത് ഓൺലൈൻ മദ്രസകളും തുടങ്ങി. അൽഹംദുലില്ലാഹ്, ഇന്നും അത്തരം സംവിധാനങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ അറക്കപ്പടി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഇഖ്റ മദ്രസ ഇങ്ങനെ തലയുയർത്തി നിൽക്കുകയും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനൊരൊറ്റ കാര്യം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ഒരു കഥ പറയുന്നുണ്ട്. കഥ ഞാൻ വലിച്ചു നീട്ടി പറയില്ല. കഥ വേറൊന്നുമല്ല, ഒരു ഉപ്പയുടെ കഥയാണ്, ഒരു പിതാവിൻ്റെ കഥ. ആ ഉപ്പ മരിക്കാൻ കിടക്കാണ്. സക്കറാത്തുൽ മൗത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഉപ്പ തൻ്റെ മക്കളെ എല്ലാവരെയും തൻ്റെ ആ കട്ടിലിന് ചുറ്റിലേക്കും വിളിച്ചു വരുത്തി. എന്നിട്ട് ആ ഉപ്പ മക്കളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും ഇത് കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും വേണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മക്കളെ സാക്ഷി നിർത്തിയിട്ടാണ് ഇത് പറയുന്നത്. വീട്ടിൽ പോയി ഇനി ആരോടും പറയാനില്ല. മക്കൾ ഇവിടെയുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്. അപ്പോൾ ആ ഉപ്പ മക്കളോട് ചോദിച്ചൊരു ചോദ്യം, മോനെ, ഞാൻ മരിക്കാൻ പോകാണ്, എൻ്റെ മരണം ആസന്നമായിരിക്കുന്നു. ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെയാണ്. ഞാൻ പള്ളിയിൽ പോരുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളുണ്ട്, എൻ്റെ കൈ പിടിച്ച്. ഞാൻ നല്ല ഒരു പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ അല്ലെങ്കിൽ മുൻപിലോ പിൻപിലോ ഒക്കെ ഉണ്ട്. അപ്പോൾ വാപ്പ പോകുന്ന ആ നല്ല പാതയിലൂടെയാണ് മക്കളായ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാലോ? ആ വാപ്പ ചോദിക്കുന്ന ആശങ്കയോടുകൂടി, ആവലാതിയോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ വാപ്പയോട് മക്കൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അത് എൻ്റെ പ്രിയപ്പെട്ട മക്കളും ശ്രദ്ധിക്കണം, വാപ്പമാരും ശ്രദ്ധിക്കണം. ആ മക്കൾ പറഞ്ഞത്, ഉപ്പ, അങ്ങ് സന്തോഷത്തോടു കൂടി പൊക്കോ, അങ്ങക്ക് ഒരു ബേജാറും വേണ്ട. എങ്ങനെയാണോ വാപ്പ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ ജീവിച്ചത്, അതുപോലെയായിരിക്കും അങ്ങ് മരണപ്പെട്ടാലും ഞങ്ങൾ ജീവിക്കാം. വാപ്പ സഞ്ചരിച്ച പാതയിലൂടെ, വാപ്പയുടെ വാപ്പ സഞ്ചരിച്ചൊരു പാതയുണ്ടല്ലോ, ആ പാതയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ
ശരിക്കും ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ ആയിരിക്കും ഞങ്ങൾ പോകാം. നമ്മൾ ആലോചിച്ച് നോക്കുക പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടു കൂടി പുഞ്ചിരി തൂകിക്കൊണ്ട് ആ വാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആരാണ് ആ വാപ്പ എന്നറിയോ? അറിയോ? അവിടെ പറഞ്ഞൊരു ഉമ്മ, അത് യാക്കൂബ് നബി അലൈഹിസ്സലാമയാണ്. അത് യാക്കൂബ് നബി അലൈഹിസ്സലാമയാണ്. ആരാണ് മക്കളെന്നറിയോ മക്കളെ? അത് യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മക്കളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവരെ, ഒരുപാട് മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ആളുകളാണ്. ഈ ഉപ്പയോടും ഉമ്മയോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനുണ്ടാവും ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് എന്ന്. അങ്ങനെ നിങ്ങളുടെ ജീവിതം മുഴുവൻ വേർപ്പ് ചോര നീരാക്കി പണിയെടുത്ത് ഇങ്ങനെ ജീവിക്കുന്ന നിങ്ങൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ മക്കളെ വിളിച്ച് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ, എന്തായിരിക്കും ഈ മക്കളുടെ മറുപടി? അവിടെയാണ് നമ്മൾക്ക് വിജയിക്കേണ്ടത്. അതിനായിരിക്കണം ഇത്തരം ഈ മദ്രസകളും ഇത്തരം ഈ സംഗമങ്ങളും ഇത്തരം ഈ സമ്മേളനങ്ങളും ഇത്തരം ഈ പ്രഭാഷണങ്ങളും ഇത്തരം ഈ കൂടിച്ചേരലുകളെല്ലാം അത്തരം ഒരു നന്മയിലേക്കായിരിക്കണം നമ്മളെ നയിക്കേണ്ടത് എന്ന് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിനേക്കാളും ഭംഗിയായി ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ബഹുമാന്യനായ നമ്മുടെ പണ്ഡിതൻ അൻസാർ നന്മണ്ട ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടെത്തും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ഈ ഇരുത്തവും ഈ സംസാരവുമെല്ലാം നാളെ പരലോകത്ത് ഏറെ പുണ്യകരമായ ഒരു അമലായി നമ്മിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഈ അധ്യക്ഷ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.